പാറ്റകളായി മാറാനല്ല സിംഹങ്ങളായി മാറാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ. സ്വഭാവ നിർബന്ധിയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കി പൊതുസമൂഹം നമ്മളെ വിലയിരുത്തുമെന്നും ഗവർണർ പറഞ്ഞു. കഴക്കൂട്ടം മണ്ഡലത്തിലെ മികച്ച നേട്ടം കൊയ്ത വിദ്യാർത്ഥികളെ അനുമോദിക്കാനായിരുന്നു സംഘടിപ്പിച്ച വിജയതാരകം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ. Education is for character building. And what is that character? That character is how to behave in public, how to behave with our family members, how to behave with our brothers and sisters, how to talk about the elders, how to be in society. Public can judge if you are really educated or not. Our Dr. Mohanan was referring to some cockroaches. I don't know in what context he was referring. But am I all cockroaches? Cockroaches are very commonly found. Can I become a sinham, lion? That is what probably he mentioned, I think. Can I become a different person? I am not referring to Jantar Mantar. I am not referring to this. I am referring to what I should be. I don't want to be just like other cockroaches. I want to become a different person who will be thinking of other people in the society, who will be thinking of my Keralan state, who will be developing my nation of India. That is what I am thinking differently. For all that purpose I am here. For that purpose I am taking education. Purpose of my education is this. വാർത്തയുടെ വിവരങ്ങളുമായി MS വീണ ചേർന്നു തിരുവനന്തപുരത്തു നിന്നും. വീണ, കൃത്യമായ വാക്കുകളാണ് ഗവർണർ പറഞ്ഞു വെച്ചത്. പാറ്റകൾ എല്ലായിടത്തുമുണ്ട്. ഒരു പാറ്റയായി മാറാനാണോ അതോ ഒരു സിംഹമായി മാറാനാണോ നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എത്ര അർത്ഥവത്തായ ഒരു ചോദ്യം തന്നെയാണ്. വിശദാംശങ്ങൾ വീണ. അമൽ, തീർച്ചയായും സമീപകാലത്ത് നടന്ന പല വിഷയങ്ങളുണ്ട്. പക്ഷേ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇടക്കിയല്ല ഗവർണറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. പക്ഷേ സമൂഹത്തിലെ പാറ്റകൾ എന്ന് പറയുന്നത് അത് സർവ്വസാധാരണമാണ്. പക്ഷേ യുവതലമുറ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കുന്നത് ഭാരതത്തിൻ്റെ അഭിമാനമായി മാറുന്ന ഭാരത ശില്പികളാകേണ്ടവർ ഭാവിയിൽ അവർ ഒരിക്കലും പാറ്റകളല്ല ആകേണ്ടത്, സിംഹങ്ങളാകാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. ഗർജിക്കുന്ന സിംഹം, ഒപ്പം തന്നെ ഒരു കാട്ടിലെ രാജാവ് എന്നുള്ളത് സിംഹമാണ്. പാറ്റയേക്കാൾ എപ്പോഴും എന്തുകൊണ്ട് പ്രവൃത്തി കൊണ്ടും ഒപ്പം തന്നെ കിട്ടുന്ന ബഹുമാനം കൊണ്ടുമൊക്കെ ഉന്നത സ്ഥാനത്തുള്ളത് സിംഹം തന്നെയാണ്. അത്തരത്തിലാണ് ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ഭാവികളെക്കുറിച്ച് വിദ്യാർത്ഥികൾ എപ്പോഴും അത്തരത്തിൽ ചിന്തിച്ചു വേണം പെരുമാറേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാഭ്യാസം എന്നത് ഒരു സമൂഹത്തിൽ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിനും ഒപ്പം തന്നെ ഒരു സ്വഭാവ രൂപീകരണത്തിനും ഉള്ളൊരു ചവിട്ടുപടിയാണ്. ആ ചവിട്ടുപടിയെ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടത് വിദ്യാർത്ഥികൾ തന്നെയാണ്. അദ്ദേഹം കൃത്യമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ജന്തർ മന്ദിലെ വിഷയവുമായി ഇത് കൂട്ടിക്കുഴയ്ക്കുന്നതല്ല. പക്ഷേ പാറ്റകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പെട്ടെന്നൊരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് കാലം മാത്രം സജീവമാകുന്നു, പിന്നീട് അത് കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ സിംഹത്തെ സംബന്ധിച്ചിടത്തോളം ദൃഢവും ഉറച്ചതുമായിട്ടുള്ള ശബ്ദമാണുള്ളത്. അദ്ദേഹം വാക്കുകൾ കൊണ്ട് അത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കഴക്കൂട്ടത്തെ മണ്ഡലം, തിരുവനന്തപുരം കഴക്കൂട്ടം മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന വിജയതാരകം എന്ന പരിപാടിയിലാണ് അദ്ദേഹം വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വാക്കുകൾ വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്നത്. വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം ഇന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് പാറ്റകൾ ചിറകടിച്ച് പറക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ചിലത് ചിറകടിച്ച് കൊഴിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം സിംഹങ്ങളാകാനാണ് യുവതലമുറയായ നിങ്ങൾ, ഈ കൗമാരക്കാർ പ്രവർത്തിക്കേണ്ടതെന്നും അതിനായിട്ടുള്ള പ്രയത്നമാണ് നടത്തേണ്ടതെന്നുമാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്. അമൽ, വ്യക്തമാണ്. പാറ്റകളായി മാറാനല്ല സിംഹങ്ങളായി മാറാനാണ് വിദ്യാർത്ഥികൾ പരിശ്രമിക്കേണ്ടതെന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ പറഞ്ഞത്. സ്വഭാവ നിർമ്മിതിയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കി പൊതുസമൂഹം നമ്മളെ വിലയിരുത്തുമെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. MS വീണയാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.